എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പാഠപുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. വരുന്ന എക്സാമുകൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെഫറൻസ് ബുക്കാണ് നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ആ പാഠപുസ്തകത്തിലെ ഓരോ പാഠങ്ങളാണ്, ബയോളജി എന്ന സബ്ജക്റ്റിലെ ഓരോ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടുത്ത ചാപ്റ്ററാണ്. ബയോളജിയുമായി ബന്ധപ്പെട്ട അടുത്ത ചാപ്റ്ററാണ് ഈ ഒരു ക്ലാസ്സിനകത്ത് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. 2ാമത്തെ ചാപ്റ്റർ 5ാം ക്ലാസ്, പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണെന്ത്? വ്യാധികൾ പടരാതിരിക്കാൻ. വ്യാധികൾ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണ്ട് ഒരു ആശുപത്രിയിലെ ഒരു രംഗമാണ് ചാപ്റ്റർ തുടക്കത്തിൽ തന്നെ കാണിച്ചിരിക്കുന്നത്. പകർച്ചപ്പനിയാണ്. വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അപ്പം കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്, എനിക്കും ഇവൻ്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു. അതായത് പകർച്ചവ്യാധികൾ, അതാണ് ഇവിടെ പറയുന്നത്. വ്യാധികൾ പടരാതിരിക്കാൻ, ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ അവിടെ പറഞ്ഞു ഒരു പകരുന്ന രോഗമാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു പടം കണ്ടിട്ട് നമുക്ക് മനസ്സിലായിരുന്നു, അല്ലയോ? അപ്പം പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ, പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? എന്തെങ്കിലും സൂക്ഷ്മാണുക്കൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, അതൊക്കെ എന്ത് തരം രോഗങ്ങളാണ്? അതൊക്കെ പകരുന്ന രോഗങ്ങളായിട്ട് കണക്കാക്കാം. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, പിന്നെ ജലദോഷം വരും. പിന്നെ 5ാം പനി, മീസൽസ്, ഡെങ്കി കഴിഞ്ഞ് പിന്നെ ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുനിയ, എയ്ഡ്സ് ഒരു പകർച്ചവ്യാധിയാണ്, പകരുന്ന രോഗമാണ്. പിന്നെ പറയാവുന്ന രോഗങ്ങൾ കോളറ, ടൈഫോയിഡ്, ഇതൊക്കെ എന്താ പകരുന്ന രോഗങ്ങളിൽ പെടുന്നതാണ്. ഇനി പകരാത്ത രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ക്യാൻസർ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതല്ല. അതേപോലെ പ്രമേഹം, ഷുഗർ എന്നൊക്കെ പറയത്തില്ലേ, പ്രമേഹം, അത് പകരുന്ന രോഗങ്ങളല്ല. അതേപോലെ ഹൃദ്രോഗങ്ങൾ എന്തല്ല? പകരുന്ന രോഗങ്ങളല്ല. വൃക്കാരോഗങ്ങൾ, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞ് എനിക്ക് വരുമോ? അല്ലെങ്കിൽ യുറീമിയ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വരുമോ? ഇല്ല. അപ്പം വൃക്കാരോഗങ്ങൾ അത് എന്തല്ല? പകരാത്ത രോഗങ്ങളാണ്. മനസ്സിലായോ? അതേപോലെ ഫാറ്റി ലിവർ, സ്ട്രോക്ക്, അതേപോലുള്ള അവസ്ഥകളെന്ന് പറയുന്നത് എന്താ? പകരാത്ത രോഗങ്ങളിൽ പെടുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ എന്തൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ, എന്തൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ആ രോഗങ്ങളുടെ പേരുകൾ മാത്രം ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ദാണ്ടെ ഇതിനകത്ത് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ, പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദാണ്ടെ പകരുന്ന രോഗങ്ങൾ നോക്കിയേ: ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, കോളറ, ടൈഫോയിഡ്, ഇതെല്ലാം നമ്മൾ അവിടെ പറഞ്ഞതാണ്, ഇല്ലയോ? ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, കോളറ, ടൈഫോയിഡ്, അതേപോലെ ക്ഷയം, മീസിൽസ് ആണ് എന്ത്? 5ാം പനി എന്ന് പറയുന്നത്. 5ാം പനി. പിന്നെ ചെങ്കണ്ണ്, എലിപ്പനി, മലേറിയ, എയ്ഡ്സ്, ഇതെല്ലാം എന്താ? പകരുന്ന രോഗങ്ങളാണ്, ഇല്ലയോ? ഇനി പകരാത്ത രോഗങ്ങളുടെ ഒരു ലിസ്റ്റും തന്നിട്ടുണ്ട്. എന്തൊക്കെയാ? ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ, തിമിരമൊക്കെ എന്തോ പകരുന്നതാണോ? അല്ല, പകരാത്ത രോഗങ്ങളാണ്. ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം, നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമൽ ലെവലായിട്ടുള്ള 120/80 mmHg, അതിനേക്കാട്ടിലും മുകളിൽ പോയി ഇത് മാറി എന്താവും? 140/90 mmHgക്കൊക്കെ മുകളിൽ പോകുമ്പോഴാണ് എന്ത്? ഹൈപ്പർ ടെൻഷൻ വരുന്നത്. മനസ്സിലായോ? പിന്നെ അപസ്മാരം, ആസ്മ, ഗ്യാസ് ട്രബിള്, മാനസിക രോഗങ്ങൾ, അൾഷിമേഴ്സ്, ഫാറ്റി ലിവർ, ഇതൊക്കെ എന്താ? പകരാത്ത രോഗങ്ങളിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ, പകരാത്ത രോഗങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഒരു ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ പകർച്ചവ്യാധികളായിട്ടുള്ള രോഗങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ, പകരാത്ത രോഗങ്ങൾ ഏതൊക്കെ, അതാണ് നമ്മൾ ഈ ഒരു 2 ലിസ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരവെന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു മാർക്ക്. മനസ്സിലായോ? അപ്പം താഴെ കൊടുത്തിരിക്കുന്നതിൽ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്, ഇതായിരിക്കും 1 മാർക്കിൻ്റെ ചോദ്യം. മനസ്സിലായോ? ഒരു ചോദ്യം ഇതായിരിക്കും. അപ്പം ആ 1 മാർക്ക് നമുക്ക് ഈ ഒരു ലിസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ ആണല്ലോ? ലിസ്റ്റ് നിങ്ങൾ കാണാൻ പഠിക്കേണ്ട. ഈ ലിസ്റ്റ് ഒരു കാരണവശാലും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ 5 മുതൽ 10 വരെയുള്ള ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേനും അവിടെ പല ചാപ്റ്ററിലും രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പറയുന്ന രോഗങ്ങളെല്ലാം നമ്മൾ പല ചാപ്റ്ററുകളിലായിട്ട് പല ഘട്ടങ്ങളിൽ പഠിക്കുന്നുണ്ട്. അതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തനിയെ എഴുതാൻ പറ്റും.
മനസ്സിലായോ? ആ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കിനും ഇതിനകത്ത് ഏതൊക്കെയാണ് പകരുന്നത് ഏതൊക്കെയാണ് പകരാത്തതെന്നുള്ളത് നമുക്ക് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. ഇതേപോലൊരു ലിസ്റ്റ് അല്ലെങ്കിൽ ഇതിനേക്കാട്ടിലും വലിയൊരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ? നമുക്ക് നോക്കാം അടുത്ത സ്ലൈഡ്. അപ്പം രോഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. അതിനകത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ എന്താണെന്നാണ് പറയുന്നത്. ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് കുറേ പകരുന്ന രോഗങ്ങളെ പഠിച്ചു അല്ലയോ? ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുനിയ, കോളറ, ജലദോഷം, അതൊക്കെ പകരുന്ന രോഗങ്ങളാണ്. അതായത് ഒരാൾക്ക് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ നമുക്കും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെ നമ്മൾ പൊതുവെ വിളിക്കുന്നതാണെന്ത്? പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയും. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തതാണ് മഹാമാരികൾ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. കോവിഡ്-19 ഒരു മഹാമാരിയായിരുന്നു അല്ലയോ? നമ്മൾ കുറച്ച് കാലം മുമ്പ് വരെയും നേരിട്ട മഹാമാരിയാണെന്ത്? കോവിഡ്-19, കൊറോണ എന്ന് പറയുന്നത്. മനസ്സിലായോ? ദാണ്ടെ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ നമുക്ക് പാൻഡമിക് അല്ലെങ്കിൽ മഹാമാരി എന്ന് വിളിക്കുന്നു. ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നൊരു രോഗമാണെന്ത്? കോവിഡ്-19. ലോകത്തെ മൊത്തവും എന്ത് ചെയ്ത് വീടുകളിൽ ഒതുക്കി നിർത്താൻ സാധിച്ചു. മനസ്സിലായോ? ചൈനയിലെ വുഹാനിൽ രൂപം കൊണ്ടൊരു രോഗമാണ് കൊറോണ വൈറസ് എന്ന് പറയുന്നത്, കൊറോണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോവിഡ്-19 എന്ന് പറയുന്നത്. അവിടുന്ന് തുടങ്ങിയ രോഗമാണ്. ആ രോഗം ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും എന്ത് ചെയ്ത് അവരവരുടെ വീട്ടിൽ ഐസൊലേറ്റഡ് ആക്കി ഇരുത്താൻ സഹായിച്ചു. അപ്പോൾ അത്രത്തോളം ഒരു മഹാമാരികളാണ്. അതെന്തുവാ? ചൈനയിൽ മാത്രം ഒതുങ്ങിയതല്ല, അല്ലെങ്കിൽ ഏഷ്യയിൽ മാത്രം ഒതുങ്ങിയതല്ല, ഭൂഖണ്ഡങ്ങളിൽ നിന്ന് മറ്റു ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിച്ച ഒരു രോഗമാണ്. അപ്പോൾ അത്തരം രോഗങ്ങളെ നമ്മൾ വിളിക്കുന്നതാണ് മഹാമാരികൾ എന്ന് പറയുന്നത്. നമ്മൾ അതിജീവിച്ച കുറേ മഹാമാരികളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വസൂരി, ക്ഷയം, പ്ലേഗ്, കോവിഡ്-19 ഇതെല്ലാം നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞ മഹാമാരികളാണ്. മനസ്സിലായി? ഈ രോഗങ്ങളെല്ലാം ഓൾറെഡി വന്നു കഴിഞ്ഞതാണ്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് പ്ലേഗ് രോഗം അല്ലയോ? നമ്മൾ ചരിത്രം പഠിക്കുമ്പം പല സമ്മേളനങ്ങൾ പ്ലേഗ് രോഗം മൂലം മാറ്റിവെച്ചു, പ്ലേഗ് ബോണസ് വേണമെന്ന് പറയുന്നു, പ്ലേഗ് കാരണം കൃഷി നഷ്ടപ്പെടുന്നു. അങ്ങനെ ചരിത്രത്തിൽ തന്നെ നമ്മൾ ഒരുപാട് പ്ലേഗ് രോഗങ്ങളെപ്പറ്റി പഠിക്കുന്നുണ്ട്. പ്ലേഗ് വ്യാപനത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലേഗ് എന്ന് പറയുന്നത് എന്ത് തന്നെ ഒരു മഹാമാരിക്ക് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് രോഗകാരികൾ. അവരെ നമ്മൾ വിളിക്കുന്നതാണ് പാത്തജൻസ് എന്ന് പറയും. ഓക്കെ, എന്താണ് ഒരു രോഗകാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് അല്ലേ? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലുള്ള ഒരുപാട് സൂക്ഷ്മജീവികൾ നമ്മുടെ ചുറ്റുമുണ്ട്. മനസ്സിലായോ? ആ സൂക്ഷ്മജീവികളെല്ലാം രോഗകാരികളല്ല അല്ലയോ? സൂക്ഷ്മജീവികൾ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽ പെടുന്നവരൊന്നും എല്ലാം രോഗകാരികളല്ല. അപ്പം എല്ലാ ബാക്ടീരിയയും രോഗകാരികളല്ല, എല്ലാ വൈറസും രോഗകാരികളാവണമെന്നില്ല, എല്ലാ ഫംഗസും രോഗകാരികളാവണമെന്നില്ല. രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണക്കാരായ രോഗകാരികൾ അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ, രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളെ മാത്രമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രോഗകാരികൾ അല്ലെങ്കിൽ പാത്തജൻസ്. അതിന് എക്സാമ്പിളായിട്ട് മാത്രമാണ് നമ്മൾ ബാക്ടീരിയ, ചില ബാക്ടീരിയകൾ, ചില വൈറസുകൾ, ചില ഫംഗസുകളായിട്ട് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. ഒന്നോ രണ്ടോ ബാക്ടീരിയയാണ് നമുക്ക് ഉപകാരപ്രദമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതല്ലാതെ മിക്ക ബാക്ടീരിയകളും എന്ത് തന്നെ അവർ രോഗകാരികൾക്ക് കാരണമാവുന്നതാണ്. മനസ്സിലായോ? അപ്പം പാത്തോജൻസ് അല്ലെങ്കിൽ രോഗകാരികൾ എന്ന് പറഞ്ഞാൽ എന്താ? രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന സൂക്ഷ്മജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്ന് പറയും. രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? രോഗകാരികൾ എന്ന് വിളിക്കുന്നു. അതാണ്ട് ബാക്ടീരിയയെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴും അതേപോലെ വൈറസിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴും ഉള്ള ദൃശ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ടീരിയ, സൂക്ഷ്മജീവികൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലയോ? ബാക്ടീരിയ കൊണ്ട് രോഗങ്ങളുണ്ടാവാം, വൈറസ് കൊണ്ട് രോഗങ്ങളുണ്ടാവാം, ഫംഗസ് കൊണ്ട് രോഗങ്ങളുണ്ടാവാം. അതിൻ്റെ ചെറിയൊരു ലിസ്റ്റ് നമുക്കൊന്ന് പഠിക്കാം. അതായത് രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് അവർ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഓക്കെ, കുറച്ച് ചാപ്റ്ററും കൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കിതൊരു കോഡ് വെച്ച് പഠിക്കാം. തൽക്കാലം ബാക്ടീരിയൽ രോഗങ്ങൾ ഏതൊക്കെയാണ്, വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്, ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പേര് വെച്ച് അറിഞ്ഞിരിക്കുക. ഒന്നാമത്തത് ബാക്ടീരിയൽ രോഗം. കോളറ, കുഷ്ഠം, ക്ഷയം, ടെറ്റനസ്, വില്ലൻ ചുമ, ടോൺസിലൈറ്റിസ്, ആന്ത്രാക്സ്, പ്ലേഗ്, ന്യൂമോണിയ. ഇതെല്ലാം എന്താ? ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. അപ്പം ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഏതൊക്കെ? കോളറ, കുഷ്ഠം, ക്ഷയം, ടെറ്റനസ്, വില്ലൻ ചുമ, ടോൺസിലൈറ്റിസ്, ആന്ത്രാക്സ്, പ്ലേഗ്, ന്യൂമോണിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഏതൊക്കെ? നമുക്കറിയാം കോവിഡ്-19. നമ്മൾ ഓൾറെഡി ഈ അടുത്ത ഇപ്പോഴും
ഇന്ത്യയിൽ പലയിടത്തും കൊറോണ പകരുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ COVID-19, പോളിയോ മൈലൈറ്റീസ് അതായത് പോളിയോ, മുണ്ടിനീര്, ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഹെപ്പറ്റൈറ്റിസ് അതായത് മഞ്ഞപ്പിത്തം, പിന്നെ പക്ഷിപ്പനി, അഞ്ചാം പനി, മീസൽസ്, പേവിഷബാധ, എയ്ഡ്സ്. മനസ്സിലായോ? ഇതെല്ലാം എന്താ വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാ? COVID-19, പോളിയോ മൈലൈറ്റീസ് അതായത് പോളിയോ ആണ് എന്ന് നമ്മൾ പറയുന്നത്, പോളിയോ മൈലൈറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പോളിയോ അല്ലെങ്കിൽ പോളിയോ മൈലൈറ്റീസ്. മുണ്ടിനീര്, മംസ് എന്ന് പറയുന്നത് എന്തുവാ? നമ്മുടെ കരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ട് നമ്മുടെ മുഖത്ത്, പരോട്ടിഡ് ഗ്ലാൻഡ്. ആ പരോട്ടിഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്ന ഉമിനീര് ഗ്രന്ഥികളിൽ ഒന്നാണ് ഈ പരോട്ടിഡ് ഗ്ലാൻഡ്. മനസ്സിലായോ? അപ്പോൾ ഈ പരോട്ടിഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ത്? മുണ്ടിനീര് എന്ന് പറയുന്നത്, മംസ് എന്ന് പറയും. ഓക്കെ, പിന്നെ ചിക്കൻ ബോക്സ് ഒരു വൈറൽ ഫീവറാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം. നമുക്കറിയാം മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമായ പിത്തരസം, അതിനകത്ത് അടങ്ങിയിട്ടുള്ള വർണ്ണവസ്തുവായ ബിലിറുബിൻ്റെ അളവ് കൂടിയാലും എന്ത് പറ്റും? മഞ്ഞപ്പിത്തം ഉണ്ടാവും. അതേപോലെ ചില വൈറസുകളുടെ മൂലവും എന്തുണ്ടാകുന്നുണ്ട്? മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നുണ്ട്. അപ്പം മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസും എന്ത് തന്നെ, അതും ഒരു വൈറൽ ഡിസീസായിട്ട് നമുക്ക് കണക്കൂട്ടാം. പിന്നെ പക്ഷിപ്പനി, അഞ്ചാം പനി, മീസൽസ്, പേവിഷബാധ, എയ്ഡ്സ്, ഇതെല്ലാം എന്തുവാ? വൈറസ് രോഗങ്ങളാണ്. ഓക്കെ, അടുത്ത ഫംഗസ്, വട്ടച്ചൊറി, റിംഗ് വേം, കാൻഡിഡിയാസിസ്. അടുത്ത ഹിസ്റ്റോപ്ലാസ്മോസിസ്. ഓക്കെ, ആസ്പെർജിലോസിസ് അതായത് ശ്വാസകോശ രോഗമാണെന്ത്? ആസ്പെർജിലോസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെല്ലാം എന്താ? ഫംഗസ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വേം, അറ്റ്ലറ്റ്സ് ഫൂട്ട് അതൊരു ഫംഗസ് രോഗമാണ്, അറ്റ്ലറ്റ്സ് ഫൂട്ട്. പിന്നെ കാൻഡിഡിയാസിസ്, ഹിസ്റ്റോപ്ലാസ്മോസിസ്, ആസ്പെർജിലോസിസ് ശ്വാസകോശ രോഗമാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഓരോ സൂക്ഷ്മാണുക്കൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. ക്ലിയർ? നമുക്ക് മേളിലോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ വരുമ്പോഴത്തേക്കിനും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചില രോഗങ്ങൾ എടുത്തു വെച്ച് നമ്മൾ പഠിക്കണം, ഇല്ലയോ? ഇപ്പോൾ എയ്ഡ്സ്, വൈറസ് രോഗത്തിനകത്ത് എയ്ഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ ഓരോ രോഗങ്ങളെപ്പറ്റി നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടി വരും. അതേപോലെ ബാക്ടീരിയ വരുമ്പം ക്ഷയം നമ്മൾ പഠിക്കണം, ഡിഫ്തീരിയ അതേപോലുള്ള അസുഖങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം എടുത്ത് പഠിക്കണം. മനസ്സിലായോ? അത് കുറച്ചും കൂടെ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മളത് ആ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം അവിടെ പറയും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്ര അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ രോഗകാരികൾ അവിടെ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ ബാക്ടീരിയകളും രോഗകാരികളല്ല, എല്ലാ വൈറസും രോഗകാരികളല്ല, എല്ലാ ഫംഗസും രോഗകാരികളല്ല. മനസ്സിലായോ? രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികൾ അവരെയാണ് നമ്മൾ രോഗകാരികൾ അല്ലെങ്കിൽ പാത്തജൻസ് എന്ന് വിളിക്കുന്നത്. ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഉപയോഗപ്രദമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഉപയോഗം ആകുന്ന രീതിയിലും മാറാറുണ്ട്. ഉദാഹരണത്തിന് ലാക്ടോബാസിലസ് എന്ന് പറയുന്നത്, ഇതൊരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. എന്തിനു സഹായിക്കുന്നയാ? ലാക്ടോബാസിലസ് എന്തിനു സഹായിക്കുന്നയാ? പാലിനെ തൈരാക്കാൻ വേണ്ടി സഹായിക്കുന്ന അതാണെന്ത്? ലാക്ടോബാസിലസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ലാക്ടോബാസിലസ് എന്താ ചെയ്യുന്നത്? പാലിനെ തൈരാക്കുന്നു. പാലിനെ തൈരാക്കുന്ന ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ലാക്റ്റിക് ഫെർമെൻറ്റേഷൻ. അപ്പോൾ ബാക്ടീരിയയുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, അല്ലയോ? ബാക്ടീരിയകളിൽ ലാക്ടോബാസിലസ് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? പാല് തൈരാക്കാൻ സഹായിക്കുന്നു. അതായത് ലാക്റ്റിക് ഫെർമെൻറ്റേഷന് സഹായിക്കുന്ന ഒരു ആളാണെന്ത്? ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ. അതാണ്ട് എല്ലാ സൂക്ഷ്മജീവികളും എന്തല്ല? രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗീരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ചില ഇനം ബാക്ടീരിയകളാണ്. അതേപോലെ ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അപ്പോൾ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കാൻ സഹായിക്കുന്നതും ആര് തന്നെ? ഈ ബാക്ടീരിയയും ഫംഗസും ഒക്കെ തന്നെ. അതേപോലെ സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, ലാക്ടോബാസിലസ് എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് മനസ്സിലായി. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ബാക്ടീരിയയാണ് ഈക്കോളി ബാക്ടീരിയ. ഇത് പൂർണ്ണമായിട്ടും ഉപകാരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഉപകാരിയായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഈക്കോളി ബാക്ടീരിയ, അതായത് എസ്ചീരിയ കോളി എന്ന് പറയും. ഇതിൻ്റെ മുഴുവൻ പേരാണെന്ത്?
എസ്ചീരിയ കോളി. നമ്മുടെ കഴിഞ്ഞ LD എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ഒരു ബാക്ടീരിയ ഏതെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ചോദിച്ച ഒരു ചോദ്യമാണ്. ഏതാ? ഈക്കോളി ബാക്ടീരിയ അല്ലെങ്കിൽ എസ്ചീരിയ കോളിയ. ഇത് പൂർണ്ണമായിട്ടും ഉപകാരിയല്ല, എന്നാൽ ഉപകാരി ആവുന്നുണ്ട്. കാരണം ഈക്കോളി ബാക്ടീരിയ നമ്മുടെ ആമാശയത്തിൽ വരുമ്പോൾ ഡയറിക്കൊക്കെ കാരണമായിട്ടുള്ളൊരു ബാക്ടീരിയ, നമുക്ക് ഡയറിയൊക്കെ വരാൻ കാരണമായ ഒരു ബാക്ടീരിയ കൂടിയാണ് ഈക്കോളി ബാക്ടീരിയ. അതുകൂടാതെ ഇത് ഉപകാരിയാവുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ വൻകുടലിൽ 3 ഭാഗങ്ങളുണ്ട്. സീക്കം, റെക്ടൻ, കോളൻ എന്ന് പറഞ്ഞു. വൻകുടലിലെ 3 ഭാഗങ്ങളാണ് സീക്കം, കോളൻ, റെക്ടൻ. ഇതിനകത്തെ സീക്കത്തിൽ കാണപ്പെടുന്ന ഒരു തരം ബാക്ടീരിയ ആണെന്ത്? ഈക്കോളി ബാക്ടീരിയ. ഈക്കോളി ബാക്ടീരിയ സീക്കത്തിൽ വെച്ച് അല്ലെങ്കിൽ വൻകുടലിൽ വെച്ച് വൈറ്റമിൻ കെ, B7, B12 എന്നീ വിറ്റാമിനുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. മനസ്സിലായോ? വൻകുടലിൽ കാണപ്പെടുന്ന വൈറ്റമിൻ കെയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ബാക്ടീരിയ ഏതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഈക്കോളി ബാക്ടീരിയ. തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. വൈറ്റമിൻ കെയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഈക്കോളി ബാക്ടീരിയ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? വൻകുടലെന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ വൻകുടലിലെ ആ ഭാഗം എടുത്തും ചോദിച്ചിട്ടുണ്ട്. സീക്കം എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അതും സാഹചര്യം നോക്കി ഉത്തരം കൊടുക്കേണ്ട ഒരു ചോദ്യമാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഉപകാരിയായിട്ടുള്ള ഒരു ഈക്കോളി ബാക്ടീരിയയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? എന്തിനൊക്കെ സഹായിക്കുന്നു? വിറ്റാമിൻ കെ, B7, B12 ഒക്കെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. വിറ്റാമിൻ കെ അറിയാമല്ലോ, ഫില്ലോക്വിനോൺ എന്ന് പറയും, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അപര്യാപ്ത രോഗം എന്താ? ഹെമറേജ് എന്ന് പറയും. B7 എന്തോ അപര്യാപ്ത, സയൻറ്റിഫിക് നെയിം ബയോട്ടിൻ എന്ന് പറയും, മുടിയുടെ ആരോഗ്യത്തിന്. അപ്പോൾ അതിൻ്റെ അപര്യാപ്ത രോഗം എന്തുവാ? മുടി ഒഴിച്ചിൽ. പിന്നെ B12 സയനോകൊബാലമിൻ RBCയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അപ്പോൾ അപര്യാപ്ത രോഗം ഒരു അനീമിയ ആയിരിക്കും. എന്തനീമിയ? പെർനീഷ്യസ് അനീമിയ. ക്ലിയർ ആണല്ലോ? പെട്ടെന്ന് നമ്മൾ കെ, B7, B12 എന്ന് പറഞ്ഞത്. ഓക്കെ, 3 പോയിന്റ് പഠിച്ചല്ലോ. അപ്പം ബാസിലസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ എസ്ചീരിയ കോളിയെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 2 ബാക്ടീരിയകൾ കാര്യങ്ങളൊക്കെ ആണല്ലോ. അടുത്തത് ഫംഗസുകളുടെ രോഗം. അടുത്തതാണ് ഫംഗസുകളുടെ രോഗം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം എന്താ? ഫംഗസുകളാണ്. അപ്പോൾ റൊട്ടിപ്പൂപ്പൽ അതിന് സഹായിക്കുന്ന ഫംഗസിൻ്റെ പേരാണ് റൈസോപ്പസ് എന്ന് പറയും. മനസ്സിലായോ? പിന്നെ കരിമ്പൻ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ അടിക്കുന്നതെന്ന് പറയത്തില്ലയോ? കരിമ്പൻ. ഇതൊക്കെ എന്താ? ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് ക്യാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. മനസ്സിലായോ? ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏകകോശ ജീവിയായിട്ടുള്ള ഫംഗസുകൾ പൊതുവെ ബഹുകോശ ജീവികളാണ്. എന്നാൽ ഏകകോശ ജീവിയായിട്ടുള്ള ഫംഗസ് ആണെന്ത്? ഈസ്റ്റ്. ഇതും നമുക്ക് ഉപകാരമാണ്. എങ്ങനെയാ? നമ്മൾ അപ്പത്തിനകത്തൊക്കെ അപ്പത്തിൻ്റെ മാവിലൊക്കെ ഈസ്റ്റ് ചേർക്കാറുണ്ട്. ഈസ്റ്റ് ചേർക്കുമ്പോൾ എന്ത് ചെയ്യും? അത് സോഫ്റ്റ് ആവും. അതായത് അപ്പം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കുഴികൾ വരും, അല്ലയോ? അതെന്തോ സംഭവം? അത് സോഫ്റ്റ് ആകുമ്പം അതിനകത്ത് കുഴികൾ വീഴുന്ന എന്താ? ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നതാണത്. മനസ്സിലായോ? അപ്പോൾ ഈസ്റ്റ് എന്തിനെ സഹായിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷന് സഹായിക്കുന്നു. മനസ്സിലായോ? അതായത് ഈഥൈൽ ആൽക്കഹോളാന്ന് തോന്നുന്നു. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനകത്ത് എന്തിന് ചെയ്യുന്നുണ്ട്? അപ്പത്തിനകത്ത് കുഴി എന്ന് പറയുന്നത് എന്തുവാ? ആ കുഴി കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നതാണ് പുറത്ത്. അന്നേരമാണ് ആ കുഴി വരുന്നത്. മനസ്സിലായോ? അതാണ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ ഒരു ഫംഗസാണ് റൈസോപ്പസ് എന്ന് പറയും. ഇതൊരു ബഹുകോശ ജീവിയായിട്ടുള്ള ഫംഗസ് തന്നെയാണ്. റൈസോപ്പസ് എന്തിനാ? ബ്രെഡ് മോൾഡിന് കാരണമായ റൊട്ടിപ്പൂപ്പലിന് കാരണമായ ഫംഗസാണ് എന്ത്? റൈസോപ്പസ് എന്ന് പറയുന്നത്. പിന്നെ ഒരെണ്ണമാണ് പെനിസിലിയം നൊട്ടേറ്റം. പിന്നെ ഒരു ഫംഗസാണ് പെനിസിലിയം നൊട്ടേറ്റം. പെനിസിലിയം നൊട്ടേറ്റം എന്തിനു വേണ്ടിയിട്ടാണ്? പെനിസിലിൻ ഉണ്ടാക്കിയത്. പെനിസിലിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയത് എവിടുന്നാണ്? പെനിസിലിയം നൊട്ടേറ്റത്തിൽ നിന്നാണ്. എന്തോ ഈ പെനിസിലിൻ എന്ന് പറയുന്നത്? ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആണെന്ത്? പെനിസിലിൻ എന്ന് പറയുന്നത്. ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ബാക്ടീരിയൽ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മരുന്നായിട്ട് കൊടുക്കുമല്ലോ. മരുന്നുകൾ കൊടുക്കുന്നത് എന്തുവാ? ആൻറ്റിബയോട്ടിക്കുകളാണ് കൊടുക്കുന്നത്. നമുക്ക് ബാക്ടീരിയൽ രോഗങ്ങൾ വരുമ്പോഴാണ് ഡോക്ടർമാർ എന്ത് തരുന്നത്? ആൻറ്റിബയോട്ടിക് കുറിച്ച് തരുന്നത്. മനസ്സിലായോ? അപ്പോൾ ബാക്ടീരിയൽ രോഗങ്ങൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആൻറ്റിബയോട്ടിക്. ആദ്യമായി കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക് ആണ് എന്ത്? പെനിസിലിൻ എന്ന് പറയുന്നത്.
മനസ്സിലായോ? അതായത് പരീക്ഷണത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, ബാക്ടീരിയയെ ഒരു ഫംഗസ് കയറി നശിപ്പിക്കുന്ന കാണാനിടയായി. അങ്ങനെ ആ ബാക്ടീരിയയിൽ നിന്ന് വേർതിരിച്ചെടുത്ത ആൻറ്റിബയോട്ടിക്കാണ് പെനിസിലിൻ, ആദ്യത്തെ ആൻറ്റിബയോട്ടിക്. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന 1928. ഇതിനകത്ത് എല്ലാ ചോദ്യവും ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, പെനിസിലിൻ. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്, അലക്സാണ്ടർ ഫ്ലെമിംഗ്. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് കണ്ടെത്തിയ വർഷം ചോദിച്ചിട്ടുണ്ട്, 1928. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് വേർതിരിച്ചെടുത്ത ഫംഗസിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്, പെനിസിലിയം നൊട്ടേറ്റം. ക്ലിയർ ആണോ? അപ്പം ഒരേ ഫാക്റ്റ്, ഒറ്റ ഫാക്റ്റിൽ നിന്ന് നമ്മൾ എടുത്ത 4 ചോദ്യങ്ങൾ, ഒറ്റ ഫാക്റ്റിൽ നിന്ന് നമ്മൾ പഠിച്ച 4 ചോദ്യങ്ങൾ. ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ പറയാം. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് പെനിസിലിൻ, അത് കണ്ടെത്തിയ ആളുടെ പേര് അലക്സാണ്ടർ ഫ്ലെമിംഗ്, കണ്ടെത്തിയ വർഷം 1928, എക്സ്ട്രാക്ട് ചെയ്ത ഫംഗസ് പെനിസിലിയം നൊട്ടേറ്റം. ക്ലിയർ ആണല്ലോ? ഇത്രയും സെറ്റാണ്. ഇപ്പോൾ ഫംഗസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്ക് വീണ്ടും പേജുകൾ മറിക്കുമ്പോൾ നമുക്ക് കാണാം സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറേ സൂക്ഷ്മജീവികളെ, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, അതും നമ്മുടെ ശരീരത്തിൽ പുറത്തു നിന്നുകൊണ്ടല്ല ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലയോ? ഇതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ടാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് എങ്ങനെയൊക്കെ കയറുന്നു, ആര് വഴി കയറുന്നു, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. 1, രോഗാണുവാഹകരിൽ നിന്നല്ലാതെ. മനസ്സിലായോ? രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എങ്ങനെയൊക്കെ കയറാം? മണ്ണിലൂടെ കയറാം, വായുവിലൂടെ പ്രവേശിക്കാം, ജലവും ഭക്ഷണവും വഴി കയറാം. മനസ്സിലായോ? അപ്പം മണ്ണിലൂടെ കയറാൻ പറ്റുന്ന രോഗങ്ങളാണ് എന്തൊക്കെ? വിരശല്യം, ടെറ്റനസ് പോലുള്ള മണ്ണിലൂടെയാണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. വിരശല്യം, പിന്നെ ടെറ്റനസ്, ഇതൊക്കെ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ക്ലിയർ ആണല്ലോ? അതേപോലെ വായുവിലൂടെ പകരുന്ന രോഗമാണെന്ത്? ക്ഷയം, അതേപോലെ ജലദോഷമുണ്ട്, ചിക്കൻ ബോക്സ്, ഇതെല്ലാം എന്താ? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. മനസ്സിലായോ? അപ്പം മണ്ണിലൂടെ പകരുന്നതാണ് വിരശല്യം, ടെറ്റനസ് പോലുള്ളത്. അടുത്ത വായുവിലൂടെ പകരുന്നതാണ് എന്ത്? ക്ഷയം, ജലദോഷം, ചിക്കൻ ബോക്സ് പോലുള്ളവ. ഇനി ജലവും ഭക്ഷണവും വഴി പകരുന്നതാണെന്ത്? മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്നതാണ് ടൈഫോയിഡ്, അതേപോലെ കോളറ പോലുള്ള രോഗങ്ങളൊക്കെ എന്തുവാ? ജലവും ഭക്ഷണവും വഴി പകരുന്നതാണ്. ഓക്കെ, ജലം വഴി പകരുന്ന ഒരു രോഗമാണ് എലിപ്പനി എന്നൊക്കെ പറയുന്നത്. എലിപ്പനി എന്തുവാ? ജലം വഴിയാണ് പോകുന്നത്. നമ്മുടെ ഈ പ്രളയമൊക്കെ വന്നപ്പോൾ എലിപ്പനിക്കെതിരെയുള്ള വാക്സിൻ എടുത്തിട്ട് വേണം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാർത്തകളിലൊക്കെ പറയുമായിരുന്നു. അപ്പം എലിപ്പനി ജലത്തിലൂടെയാണ് പ്രധാനമായിട്ടും പകരുന്നത്. ഓക്കെ, അപ്പം രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പകരുന്നത്, വെക്ടേഴ്സിൻ്റെ സഹായം ഇല്ലാതെ പകരുന്നതാണ് ഇതൊക്കെ. ഇനി രോഗാണുവാഹകരിൽ നിന്ന് പകരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ കൊതുകിൽ നിന്ന് പകരുന്നതാണ് ഈ ഡെങ്കിപ്പനി എന്നൊക്കെ പറയുന്നത്. കൊതുകിൽ നിന്ന് പകരുന്നതാണ് ഡെങ്കിപ്പനി പോലുള്ള പ്രശ്നങ്ങൾ. മനസ്സിലായോ? ഡെങ്കിപ്പനി, അതേപോലെ മലേറിയ, മന്ത്, ഇതൊക്കെ എന്തുവാ? കൊതുക് വഴി പകരുന്ന രോഗങ്ങളാണ്. അപ്പം ഡെങ്കിപ്പനി, മലേറിയ, മന്തൊക്കെ കൊതുക് വഴി പകരുന്നതാണ്. ഓക്കെ, പിന്നെ മനുഷ്യർ വഴി പകരുന്നതാണ് കുഷ്ഠം, ചെങ്കണ്ണ്, അതേപോലുള്ള പ്രശ്നങ്ങളെല്ലാം മനുഷ്യർ കോണ്ടാക്ട് വഴി ഉണ്ടാകുന്നതാണ്. പിന്നെ പക്ഷികൾ വഴി പകരുന്നതാണ് പക്ഷിപ്പനി എന്നൊക്കെ പറയുന്നത്. പിന്നെ ചെള്ള്, ഈ എലിയൊക്കെ ഭക്ഷണമാക്കുന്ന ചെള്ളുകളുണ്ടല്ലോ, ആ ചെള്ളുകൾ വഴി പകരുന്ന ഒരു രോഗമാണ് പ്ലേഗ് എന്ന് പറയും. പ്ലേഗ് എന്നൊക്കെ പറയുന്നത് എന്തുവാ? ഈ ചെള്ള് വഴി പകരുന്നതാണ്. ഓക്കെ, അപ്പം ചെള്ള് വഴിയൊക്കെ പകരുന്ന രോഗമാണ് പ്ലേഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആണ്ടേ പകരുന്ന രീതികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും. അപ്പം മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളാണ് എന്തൊക്കെ? വിരശല്യം, ടെറ്റനസ്. വായുവിലൂടെ പകരുന്ന ഏതൊക്കെയാണ്? ക്ഷയം, മീസൽസ്, ചിക്കൻ ബോക്സ്, COVID-19, ഇൻഫ്ലുവൻസ, ഇതൊക്കെ എന്തുവാ? വായുവിലൂടെ പകരുന്നതാണ്. ജലവും ഭക്ഷണവും വഴി പകരുന്നതാണ് ടൈഫോയിഡ്, വയറിളക്കം, കോളറ, പോളിയോ പോലുള്ളത്. അപ്പോൾ ടൈഫോയിഡ്, വയറിളക്കം, കോളറ, പോളിയോ, ഇതൊക്കെ എന്തുവാ? മലിനമായിട്ടുള്ള ജലവും ഭക്ഷണവും വഴി പകരുന്നതാണ്. ഇനി രോഗാണുവാഹകരിൽ നിന്ന്, കൊതുകിൽ നിന്ന് പകരുന്നതാണ് ഡെങ്കിപ്പനി, മന്ത്, ചിക്കൻ ഗുനിയ, മലേറിയ, മഞ്ഞപ്പനി, യെല്ലോ ഫീവർ എന്ന് പറയും, സിക്കാപ്പനി, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. സിക്കാപ്പനി, കൊതുക് താഴെ കൊടുത്തിരിക്കുന്നതിൽ കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ എഴുതേണ്ട ഏതൊക്കെയാണ്?
ഡെങ്കിപ്പനി, മന്ത്, ചിക്കൻ ഗുനിയ, മലേറിയ, മഞ്ഞപ്പനി അല്ലെങ്കിൽ യെല്ലോ ഫീവർ, സിക്ക പനി, ഇതൊക്കെ എന്തുവാ കൊതുക് മുഖേനയാണ് പകരുന്നത് പ്രധാനമായും. അടുത്ത ഈച്ച മുഖേന പകരുന്നതാണ് ടൈഫോയിഡ്, ഡിസെൻട്രി, കോളറ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈച്ച വഴി പകരുന്ന ഏതൊക്കെയാണ്? ടൈഫോയിഡ്, ഡിസെൻട്രി, കോളറ. ഇനി മനുഷ്യൻ വഴി പകരുന്നതാണ് കുഷ്ഠം, ചെങ്കണ്ണ്, എയ്ഡ്സ്. കുഷ്ഠം, ചെങ്കണ്ണ്, എയ്ഡ്സ് ഒക്കെ എന്തുവാ മനുഷ്യൻ വഴി പകരുന്നതാണ്. പക്ഷികൾ വഴി പകരുന്നതാണ് പക്ഷിപ്പനി, ഹിസ്റ്റോപ്ലാസ്മോസിസ്, ഓർണിത്തോസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പം പക്ഷിപ്പനി, ഹിസ്റ്റോപ്ലാസ്മോസിസ്, ഓർണിത്തോസിസ് എന്നൊക്കെ പറയുന്ന പക്ഷികൾ മുഖാന്തരം പകരുന്നതാണ്. എലിച്ചെള്ള് ഒക്കെ വഴി പകരുന്നതാണ് ലെപ്റ്റോസ്പൈറോസിസ്. എലി വഴി പകരുന്നതാണ് ലെപ്റ്റോസ്പൈറോസിസ്, അതാണ് എലിപ്പനി. മനസ്സിലായോ? പിന്നെ പ്ലേഗ്, അതേപോലെ ടൈഫസ്, ഇതൊക്കെ എന്തുവാ പ്ലേഗ് ഒക്കെ ചെള്ള് വഴി പകരുന്നതാണ് എന്ത് പ്ലേഗ്. മനസ്സിലായോ? അപ്പം രോഗാണുവാഹകർ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഇവിടെ ഉണ്ട്. അതേപോലെ അല്ലാത്ത രീതിയിൽ മണ്ണ്, വായു, ജലം, ഭക്ഷണം അങ്ങനെയൊക്കെ പകരുന്ന രീതിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ കുറേ നേരമായിട്ട് പറയുന്നുണ്ട് രോഗാണുവാഹകരെന്ന്, ഇല്ലയോ? ആരാണ് ഈ രോഗാണുവാഹകരെന്ന് പറഞ്ഞാൽ? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമുക്ക് ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് പറയും. അതായത് ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാല് ഇതൊക്കെ എന്താണ് വെക്ടേഴ്സാണ്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാലൊക്കെ എന്തുവാ വെക്ടേഴ്സിന് ഉദാഹരണമാണ്. അതായത് രോഗാണുക്കളെ കൊണ്ടുപോകുന്ന ശരീരത്തിലേക്ക് വേറൊരു ശരീരത്തിലേക്ക് എത്തിക്കുന്ന വെക്ടേഴ്സാണ് എന്ത് ഇവർ ഇത്രയും പേര്. ഓക്കെ. ഇനി രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈച്ച, കൊതുകിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. അപ്പം കൊതുക് ഈ വെള്ളക്കെട്ടുകളായിട്ട് കടന്നു കഴിഞ്ഞാൽ വെള്ളം എവിടെയെങ്കിലും കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ ബക്കറ്റൊക്കെ ഇരിക്കുമ്പം മഴയത്തൊക്കെ ബക്കറ്റ് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കും. നമ്മളത് നോക്കാറില്ല. ആ ബക്കറ്റ് ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിച്ച ബക്കറ്റായിരിക്കും. അത് പക്ഷേ അവിടെ വെള്ളം കെട്ടിക്കടന്ന് കൊതുക് മുട്ടയിട്ട് കൊതുക് കൂടിയൊക്കെ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഡ്രൈ ഡേ ആചരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ടല്ലയോ? ഡ്രൈ ഡേ ആചരിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം ഹെൽത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നത് പരിശോധിക്കാറുണ്ട്. പരിശോധിച്ച് അങ്ങനെ വെള്ളക്കെട്ടുകൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ ഫൈനൊക്കെ അടയ്ക്കുന്ന രീതിയാണിപ്പം. മനസ്സിലായോ? അപ്പം കൊതുക് പെരുകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ് എന്ത് പ്ലാസ്റ്റിക് കുപ്പിയിൽ ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നീക്കം ചെയ്യുക എന്നുള്ളത്. പിന്നെ ഈച്ച, എലിയൊക്കെ എന്തുവാ ഭക്ഷണം കിടക്കുന്നിടത്ത് ഇപ്പോൾ ഭക്ഷണം ഉപേക്ഷിച്ച നിലയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തിന് സാധ്യതയുണ്ട്? എലി വരാനും അതേപോലെ സ്ഥിരമായിട്ടൊക്കെ ഭക്ഷണം വെക്കുന്നിടത്തൊക്കെ എന്ത് ചെയ്യും? എലികളുടെ ശല്യം ഉണ്ടാവും അല്ലെങ്കിൽ ഈച്ച ശല്യം ഉണ്ടാവും. അതൊക്കെ നമുക്ക് രോഗങ്ങളുണ്ടാക്കുന്നതാണ്. ഓക്കെ. ഇനി കൊതുകിനെ നിയന്ത്രിക്കാനുള്ള ഡ്രൈ ഡേ ആചരിക്കൽ പരിസ്ഥിതി ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവയാണ് കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗ്ഗങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ്? വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കം ചെയ്യുക, ഓടകൾ ശുചീകരിക്കുക. ഇതൊക്കെയാണ് കൊതുക് പെരുകുന്നത് തടയുന്നത്. ഓക്കെ. ഇനി ചില രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ്. ഓക്കെ. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക. ആഹാരത്തിലൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ് പറയുന്നത്. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. നല്ല രീതിയിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം നമ്മൾ കുടിക്കാൻ. ഓക്കെ. ഇനി വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അതിനെ തടയാൻ എന്ത് ചെയ്യാം? രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്റ്റിലൂടെ പകരാൻ സാധ്യതയുള്ള രോഗങ്ങളെ തടയാനുള്ള മാർഗ്ഗങ്ങൾ. അപ്പം രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ ഡ്രസ്സ് ഉപയോഗിക്കാതിരിക്കുക, തുവാല ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, അതേപോലെ വ്യക്തി ശുചിത്വം പാലിക്കുക. ഇനി മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ചെരുപ്പ് ഉപയോഗിക്കുക. പിന്നെ ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ ആ ജലത്തിലൂടെ എലിപ്പനി പോലുള്ള പ്രശ്നങ്ങൾ വരെ വരാം. എലിപ്പനികളൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥകളാണിത്. അപ്പം മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ മലിനജലവുമായിട്ട് പരമാവധി എന്ത് ചെയ്യണം? കോണ്ടാക്റ്റിൽ വരാൻ പാടില്ല. അതേപോലെ മണ്ണും ചെളിയും പുരണ്ടാൽ എന്ത് ചെയ്യണം? കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. രോഗം വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞത്.
ഇതുകൂടാതെ ജന്തുക്കളിലും അതേപോലെ സസ്യങ്ങളിലും ഒക്കെ എന്ത് വരുന്നുണ്ട്, രോഗങ്ങൾ ബാധിക്കാറുണ്ട്, അല്ലയോ? പകർച്ചവ്യാധികൾ സസ്യങ്ങളിലെയും ബാധിക്കാറുണ്ട്. ഉദാഹരണത്തിന് നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി എന്ന് പറയും. നെല്ലിൽ കാണപ്പെടുന്ന തവിട്ട് ഇലപ്പുള്ളി, അതായത് അതിൻ്റെ ഇലയിലൊക്കെ ഒരു തവിട്ട് നിറത്തിൽ ഇങ്ങനെ പുള്ളി പുള്ളി പോലെ കാണും. അതിനാണ് നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി എന്ന് പറയുന്നത്. പിന്നെ പയറിലെ മൊസൈക്ക് രോഗം, പയറിനെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് എന്ത്, പയറിലെ മൊസൈക്ക് രോഗം എന്ന് പറയുന്നത്. അതേപോലെ തെങ്ങിലെ കൂമ്പ് ചീയൽ, ഫംഗസ് ബാധിക്കുന്ന മൂലം ഉണ്ടാകുന്നതാണ് തെങ്ങിലെ കൂമ്പ് ചീയൽ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പം നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി എന്ന് പറയുന്നത് എന്തുവാ, ഇത് ബാക്ടീരിയയൊക്കെ മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ്. പയറിലെ മൊസൈക്ക് എന്ന് പറയുന്നത് വൈറസ് മൂലം ഉണ്ടാകുന്നതാണ്. തെങ്ങിലെ കൂമ്പ് ചീയലൊക്കെ എന്തുവാ, ഫംഗസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ക്ലിയർ ആണല്ലോ? ആണ്ടെ ഇവിടെ അതിൻ്റെ ഒരു ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജന്തുക്കളിൽ ബാധിക്കുന്ന, പക്ഷികളെ ബാധിക്കുന്ന രോഗമാണെന്ത്, പക്ഷിപ്പനി എന്ന് പറയുന്നത്. പശു, ആട് എന്നിവയെ ബാധിക്കുന്നതാണ് ആന്ത്രാക്സ്. മനസ്സിലായോ? അതേപോലെ മാൾട്ടാപ്പനി, അതും ഒരു തരത്തിൽ കന്നുകാലികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ത്, മാൾട്ടാപ്പനി എന്ന് പറയുന്നത്. അതേപോലെ നായ, പൂച്ച അതിനെയൊക്കെ ബാധിക്കുന്നതാണ് പേവിഷബാധ. കന്നുകാലികളെ ബാധിക്കുന്നതാണ് കുളമ്പ് രോഗം. ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള പേരുകളാണ്. ഓക്കെ. ഇനി സസ്യങ്ങളെ ബാധിക്കുന്നത്, തെങ്ങിനെ ബാധിക്കുന്നതാണ് കൂമ്പ് ചീയൽ, ഫംഗസിനെ മൂലമുണ്ടാവുന്നതാണ്. നെല്ലിനെ ബാധിക്കുന്നതാണ് തവിട്ട് ഇലപ്പുള്ളി രോഗം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ബ്ലൈറ്റ് രോഗം, നെല്ലിനെ ബാധിക്കുന്നതാണ് ബ്ലൈറ്റ് രോഗം എന്നൊക്കെ പറയും. ബ്ലൈറ്റ് രോഗം. ബ്ലൈറ്റ് രോഗം എന്നൊക്കെ പറയും. ഇനി പയർ ചെടിയിലെ മൊസൈക്ക് രോഗം, വൈറസ് മൂലം ഉണ്ടാവുന്നതാണ്. വാഴയിലെ കുറുനാമ്പ് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗം. തക്കാളിയുടെ വാട്ടരോഗം. അതേപോലെ കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, ഇതും സ്ഥിരം ചോദിക്കാറുണ്ട്. കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ ജന്തുക്കളെ ബാധിക്കുന്ന, പക്ഷികളെ ബാധിക്കുന്ന പക്ഷിപ്പനി, പശു, ആട് ആന്ത്രാക്സ്, നായ, പൂച്ച പേവിഷബാധ, കന്നുകാലികൾക്ക് കുളമ്പ് രോഗം. തെങ്ങിന് കൂമ്പ് ചീയൽ, നെല്ലിനെ ബാധിക്കുന്നതാണ് തവിട്ട് ഇലപ്പുള്ളി, അതേപോലെ ബ്ലൈറ്റ് രോഗം. പയർ ചെടിക്ക് വരുന്നതാണ് മൊസൈക്ക് രോഗം. വാഴയ്ക്ക് കുറുന്താമ്പ് രോഗം. തക്കാളിയുടെ വാട്ടരോഗം, കുരുമുളകിൻ്റെ ദ്രുതവാട്ടം. ഓക്കെ. ഇനി നമ്മൾ രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇത്രയും നേരം പറഞ്ഞ രോഗങ്ങളെ ഇനി ഇതിനെ എന്ത് ചെയ്യണം, പ്രതിരോധിക്കണം. അപ്പോൾ രോഗങ്ങൾ വരാതെ പ്രതിരോധിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായ? രോഗങ്ങൾ വരാതെ നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചാണ് പറയുന്നത്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതിനെ സ്വാഭാവിക രോഗപ്രതിരോധം അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. മനസ്സിലായോ? കാരണം ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഈ നിൽക്കുന്ന ഈ മുറിയിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ പഠിക്കാനിരിക്കുന്ന മുറിയിൽ ഒരുപാട് ബാക്ടീരിയകൾ, ഒരുപാട് വൈറസുകൾ, ഒരുപാട് ഫംഗസുകൾ ചുറ്റിനും കാണും. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികൾ കാണും. അതെന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കയറാത്തത്? ഉദാഹരണത്തിന് ഈ കൊറോണ വൈറസ് പോലും നമ്മുടെ ചുറ്റിനും ഇപ്പോൾ കാണാം. പക്ഷേ അതൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ കയറാത്തതിൻ്റെ കാരണം നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷിയുണ്ട്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഭക്ഷണത്തിനകത്ത് എന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ ലൈസോസൈം പോലുള്ള എൻസൈമുകൾ, നമ്മുടെ ആമാശയത്തിലുള്ള HCl അതൊക്കെ എന്ത് ചെയ്യും, പ്രതിരോധിക്കും, അല്ലയോ? അത് പ്രതിരോധിക്കുന്നുണ്ട്. അതേപോലെ ത്വക്ക് ഒരു പ്രതിരോധ വ്യവസ്ഥയാണ്. നമ്മുടെ മൂക്കിലും ചെവിയിലും ഒക്കെ കാണുന്ന രോമകോശങ്ങൾ, മെഴുകുകൾ, അതൊക്കെ ഒരു പ്രതിരോധ സംവിധാനമാണ്. മനസ്സിലായോ? അപ്പം അത്തരത്തിൽ രോഗാണുക്കൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന് എന്തുണ്ട്, ഒരു ഇമ്മ്യൂണിറ്റി ചെയ്യാറുണ്ട്, ഒരു പ്രതിരോധന ശേഷിയുണ്ട്. അതിനെയാണ് നമ്മൾ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? പക്ഷേ ഇതെല്ലാവർക്കും ഒരേപോലെ അല്ല. ചിലവർക്ക് പനിയുള്ള ഒരാൾ അടുത്തുകൂടെ പോയാൽ മതി പനി പിടിക്കാൻ. മനസ്സിലായോ? 1 കിലോമീറ്റർ ദൂരെ നിന്നാൽ പോലും അയാൾക്ക് പനി വരും. കാരണം അയാളുടെ പ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. എന്നാൽ ചിലവരാണെങ്കിൽ അയാളുമായിട്ട് എന്ത് രോഗമായിക്കോട്ടെ അയാളെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും നിൽക്കും. കാരണം എന്നാലും അയാൾക്ക് രോഗം വരണമെന്നില്ല. കാരണം അയാളുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി വളരെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പം ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലാണ് അവരുടെ ശരീരത്തിലെ സ്വാഭാവിക പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇപ്പോൾ പോളിയോ ഒക്കെ വന്നാലോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലെ ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള സാധനങ്ങൾ വന്നാലോ എന്ത് ചെയ്യും, നമുക്ക് സ്വാഭാവിക പ്രതിരോധം കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, വാക്സിൻ എടുക്കും, അല്ലയോ? ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്താറുണ്ട്. അതിനാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇതെന്തുവാ, വാക്സിനേഷൻ വഴി നമ്മൾ പ്രതിരോധ ശേഷി എടുക്കുക.
മറ്റേതെന്തുവരെ നമ്മൾ പറയാം, സ്വാഭാവികമായിട്ട് ഒന്നും ചെയ്യാതെ നമ്മുടെ ജന്മനാ ഉള്ള അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ സംവിധാനമാണ്, അല്ലയോ? പക്ഷേ ഒരു വാക്സിനേഷൻ വഴി നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടും. അതിനെയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയും, അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും, അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഓക്കെ, മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് ഇതേപോലെ വാക്സിനേഷൻ വഴിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത് മനസ്സിലായല്ലോ? സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ സംവിധാനമാണ് സ്വാഭാവിക പ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. എന്നാൽ വാക്സിനേഷനിലൂടെ നമ്മൾ പ്രതിരോധ ശേഷി ആർജിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ ആർജിത പ്രതിരോധ ശേഷി അല്ലെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതാണ്ടേ പുതിയ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള കുറച്ച് വാക്സിനുകളാണ്. അതായത് നമ്മൾ ജനന സമയം മുതൽ നമുക്കൊരു 10-16 വയസ്സാകുന്നത് വരെ എന്തൊക്കെ തരത്തിലുള്ള വാക്സിനുകളാണ് എടുക്കേണ്ടത് അത് ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം. മനസ്സിലായോ? അതാണ്ട് ജനന സമയത്ത് ഒരു കുട്ടി ജനിക്കുമ്പം ആ കുട്ടിക്ക് എടുക്കുന്ന വാക്സിനുകളാണ് OPV വാക്സിൻ, BCG വാക്സിൻ, ഹെപ് ബി. OPV, BCG, ഹെപ് ബി. മനസ്സിലായോ? അതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. BCG വാക്സിൻ ബാസിലസ് ക്യാൽമെറ്റ് ഗോയറിൻ. അടുത്ത OPV വാക്സിൻ ഓറൽ പോളിയോ വാക്സിൻ. പിന്നെ എന്തെടുക്കുന്നുണ്ട്? ഹെപ് ബി, ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പോൾ ജനന സമയത്ത് എടുക്കുന്ന വാക്സിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BCG, OPV, ഹെപ് ബി. അപ്പം ഇത് പഠിച്ചിരിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? അപ്പം വേണം ഇങ്ങനെ ചോദിക്കാം, ജനന സമയത്ത് ഒരു കുട്ടിക്ക് എടുക്കുന്ന വാക്സിനുകൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ? മനസ്സിലായോ? അപ്പം ജനന സമയത്ത് ഏതൊക്കെ എടുക്കുന്നത്? ഓറൽ പോളിയോ വാക്സിൻ, BCG വാക്സിൻ, പിന്നെ ഹെപ് ബി. ക്ലിയർ ആണല്ലോ? ഇനി ജനിച്ച് ഒരു 6 ആഴ്ച ആകുമ്പോഴത്തേക്കും എന്തെടുക്കുന്നുണ്ട്? OPVയുടെ ഒരു ഡോസ് എടുക്കുന്നുണ്ട്. OPV1, RVV എന്ന് പറഞ്ഞാൽ എന്താ? റോട്ടോ വൈറസ് ആണ്, റോട്ടോ വൈറസ്. അപ്പോൾ റോട്ടോ വൈറസിൻ്റെ ഒരു വാക്സിൻ എടുക്കും. പെൻറ്റാവാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡിഫ്തീരിയ, പെർട്യൂസസ്, ടെറ്റനസ് അങ്ങനെ പല രോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പെൻറ്റാവാലൻ്റ് വാക്സിൻ എന്ന് പറയും. പല രോഗങ്ങൾക്കുള്ള ഇൻഫ്ലുവൻസ അങ്ങനെയൊക്കെയുള്ള വരുന്നതാണ് പെൻറ്റാവാലൻ്റ്. അപ്പോൾ OPV വാക്സിൻ കൊടുക്കുന്നുണ്ട്, ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്, റോട്ടോ വൈറസ് വാക്സിൻ കൊടുക്കുന്നുണ്ട്, പെൻറ്റാവാലൻ്റ് വാക്സിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ FIPV അതായത് പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. പോളിയോ വാക്സിൻ, ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്, അതേപോലെ ഫ്രാക്ഷണൽ ഡോസിലും പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അതാണ് FIPV എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? പോളിയോ കുടിപ്പിക്കത്തില്ലയോ? ഫ്രാക്ഷണൽ ഡോസ്. പിന്നെ PCV എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ OPV അതായത് 10 ആഴ്ചയാകുമ്പം ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കും, റോട്ടോ വൈറസ് വാക്സിൻ കൊടുക്കും, പെൻറ്റാവാലൻ്റ് കൊടുക്കും. പിന്നെ 14 ആഴ്ചയാകുമ്പോഴത്തേക്കിനും OPV വാക്സിന്, RVV വാക്സിന്, പെൻറ്റാവാലൻ്റ്, FIPV, PCV. ഓക്കെ ആണല്ലോ? അതാണ്ട് അടുത്ത 6 മാസം ആകുമ്പോഴത്തേക്കിനും കൊടുക്കുന്ന MR1, PCV ബൂസ്റ്റർ, വൈറ്റമിൻ എ, FIPV3. PCV എന്ന് പറഞ്ഞാൽ എന്തുവാ? ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ, ന്യൂമോകോക്കൽ കൺജുഗേറ്റഡ് വാക്സിൻ എന്ന് പറയും. പിന്നെ 16 തൊട്ട് 24 മാസം ആകുമ്പോഴത്തേനും MR അതായത് മീസൽസ് റുബെല്ല വാക്സിൻ. MR എന്ന് പറഞ്ഞാൽ എന്താ? മീസൽസ് റുബെല്ല വാക്സിൻ. പിന്നെ OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ. DPT എന്താ? ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ്. ട്രിപ്പിൾ ആൻറ്റിജൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വാക്സിനാണ് DPT വാക്സിൻ. അതായത് 3 രോഗങ്ങൾക്കാണ്, ഡിഫ്തീരിയയ്ക്കും പെർട്യൂസിസിനും പിന്നെ എന്താ ടെറ്റനസിനും. പെർട്യൂസിസ് എന്ന് പറഞ്ഞാൽ വെല്ലൻ ചുമ. ഓക്കെ, പിന്നെ വരുന്ന വിറ്റാമിൻ A2 കൊടുക്കും. പിന്നെ കൊടുക്കുന്നതാണ് DPT വീണ്ടും കൊടുക്കുന്നുണ്ട്. എത്ര? 5 തൊട്ട് 6 വയസ്സാകുമ്പോൾ DPT വാക്സിൻ, പിന്നെ ഒരു ബൂസ്റ്റർ വാക്സിൻ കൊടുക്കും. പിന്നെ 10 വയസ്സാകുമ്പോഴത്തേക്കിനും TD വാക്സിൻ. TD എന്ന് പറഞ്ഞാൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. 16 വയസ്സാകുമ്പോഴത്തേനും വീണ്ടും ഒരു TD വാക്സിൻ എടുക്കണം, ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് കാലഘട്ടം വെച്ച് ചോദിക്കാനാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പഠിച്ച ജനന സമയത്ത് കൊടുക്കുന്ന വാക്സിൻ ഏതാണെന്ന് പഠിക്കണം. മനസ്സിലായോ? ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. 10 ആഴ്ച കൂടുമ്പോൾ എടുക്കുന്ന വാക്സിൻ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ക്ലിയർ? പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് 10 വയസ്സിൽ എടുക്കുന്ന വാക്സിൻ, പിന്നെ 16 വയസ്സിലെടുക്കുന്ന വാക്സിൻ. ഓക്കെ ആണല്ലോ? അപ്പം ഇത് രണ്ടും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ബാക്കിയെല്ലാം ഷോർട്ട് ഫോം തന്നിട്ട് വേണമെങ്കിൽ, അതായത് PCV, MR എന്നൊക്കെ തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം എഴുതാൻ ചോദിക്കാം. അപ്പോൾ ഇതിത്രയും നമ്മളല്ലാതെ പഠിച്ചിരിക്കണം. ഇതിത്രയും നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ക്ലിയർ ആണോ? അപ്പം വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട പല വാക്സിനുകളാണ് നമ്മൾ കണ്ടത്. ഈ വാക്സിൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വാക്സിനും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് കൊടുത്തിട്ടുണ്ട്.
BCG എന്തിനു വേണ്ടിയിട്ടുള്ള ക്ഷയരോഗം, നമ്മൾ ജനന സമയത്തൊക്കെ കൊടുക്കുന്നതാണ് BCG വാക്സിൻ. എന്തിനു വേണ്ടിയിട്ടുള്ള ക്ഷയരോഗത്തിനുള്ളതാണ്. OPV ഓറൽ പോളിയോ വാക്സിൻ, അതും നമ്മൾ എന്തിനു കൊടുക്കുന്നതാണ്, പോളിയോയ്ക്ക് കൊടുക്കുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പ് ബി, നമ്മൾ പറഞ്ഞില്ലേ ഹെപ്പ് ബി, ജനന സമയത്ത് കൊടുക്കുന്ന 3 വാക്സിനുകളാണ് ഏതൊക്കെ, BCG, OPV, ഹെപ്പ് ബി. അപ്പം ഹെപ്പ് ബി എന്തിനു വേണ്ടിയിട്ടാണ്, മഞ്ഞപ്പിത്തത്തിന് വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ. പിന്നെ വരുന്നതാണ് FIPV, അതായത് ഫ്രാക്ഷണൽ ഡോസ്. പോളിയോ വാക്സിൻ്റെ ഒരു ഫ്രാക്ഷണൽ ഡോസാണ് എന്ത്, പോളിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നതാണ് RVV, റോട്ടോ വൈറസ്, അതായത് ഡയറിയയ്ക്കൊക്കെ ഇതിനെ കൊടുക്കുന്ന ഒരു വാക്സിനേഷനാണ് റോട്ടോ വൈറസ് വാക്സിൻ എന്ന് പറയുന്നത്. പിന്നെ PCV എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ എന്ന് പറയും. അതായത് ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, രക്തത്തിലെ അണുബാധ, ഇതിനൊക്കെ എതിരെ എടുക്കുന്നതാണ് PCV എന്ന് പറയുന്നത്. ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയും നമ്മുടെ തലയോട്ടിയിലെ തലച്ചോറിനെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് മെനിഞ്ചസ്. ഒരു 3 പാളിയുള്ള സ്ഥലമാണ്. ആ സ്ഥലങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു ദ്രാവകമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന് ആ ദ്രാവകത്തിന് അല്ലെങ്കിൽ അവിടെ ബാധിക്കുന്ന ഒരു അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, രക്തത്തിലെ അണുബാധ, അതിനൊക്കെ എതിരെ എടുക്കുന്ന വാക്സിനാണ് PCV വാക്സിൻ, ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. അടുത്ത MR, മീസിൽസ് റുബെല്ല, മീസിൽസിനും റുബെല്ലയ്ക്കും ഉള്ളത്. DPT, ട്രിപ്പിൾ ആൻറ്റിജൻ എന്നറിയപ്പെടുന്നു. എങ്ങനെ അറിയപ്പെടുന്നത്, ട്രിപ്പിൾ ആൻറ്റിജൻ. ട്രിപ്പിൾ ആൻറ്റിജൻ എന്നറിയപ്പെടുന്നതാണ്, അല്ലെ ട്രിപ്പിൾ വാക്സിൻ എന്നറിയപ്പെടുന്നതാണ് DPT. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. വില്ലൻ ചുമയുടെ ഇംഗ്ലീഷ് എന്ന് ഓർത്തോണം, പെർട്യൂസിസ്. അതാണ് P എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ TD വാക്സിൻ. 10 വയസ്സിൽ 10 വയസ്സാകുമ്പോൾ അതിൻ്റെ ഒന്നാമത്തതും 16 വയസ്സിൽ രണ്ടാമത്തതും എടുക്കും. TD വൈറസ്, ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ചാർട്ടും പഠിച്ചു വെച്ചേക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത്, ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രോഗങ്ങൾ, പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ. ഈ പകരുന്ന രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ഏതൊക്കെ വഴിയെത്തും, രോഗാണുവാഹകരിൽ വഴിയെത്തുന്നതും അല്ലാതെ എത്തുന്നതും. പിന്നെ രോഗങ്ങൾ എന്താണ്, രോഗകാരികൾ ആരാണ്, രോഗകാരികളല്ലാത്ത സൂക്ഷ്മജീവികളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു, വാക്സിനേഷനെ കുറിച്ച് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ബയോളജിയിലെ 2ാമത്തെ ചാപ്റ്റർ, ബയോളജിയിലെ 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിന് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, രോഗങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വ്യാധികൾ, പകർച്ചവ്യാധികൾ പകരാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ ചാപ്റ്റർ. മനസ്സിലായോ? ആ ചാപ്റ്ററാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ചോദിക്കാം, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. ഇനി വീണ്ടും നമുക്ക് ബയോളജിയിൽ നിന്നുള്ള അടുത്ത ചാപ്റ്റർ, 5ാം ക്ലാസ്സിലെ തന്നെ ഇനിയും ചാപ്റ്ററുകൾ വരുന്നുണ്ട്. ആ ചാപ്റ്റർ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.